ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. മോഹൻ ബഗാന്റെ സമ്പൂർണ്ണ ആധിപത്യം കണ്ട ഒരു സീസൺ ആയിരുന്നു ഇത്തവണത്തെ സീസൺ. ISL കപ്പും ഷീൽഡും അവരാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഡ്യൂറൻഡ് കപ്പിലെ റണ്ണേഴ്സ് അപ്പ് അവരായിരുന്നു. ഇതിനു പുറമെ ഒരുപാട് റെക്കോർഡുകളും നേട്ടങ്ങളും ഒക്കെ അവർ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഏതായാലും ഒരുപാട് വരുമാനം സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സീസൺ കൂടിയാണ് ഇത്തവണത്തെ മോഹൻ ബഗാന്റെ സീസൺ. ഏകദേശം 35 കോടി രൂപയിലധികം പ്രൈസ് മണി ആയിക്കൊണ്ട് സ്വന്തമാക്കാൻ, അല്ലെങ്കിൽ കളിക്കളത്തിൽ നിന്നുള്ള വരുമാനമായിക്കൊണ്ട് സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അതിൻ്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ISL കപ്പ് അവരാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ആ വകയിൽ 6 കോടി രൂപ അവർക്ക് നേടാൻ കഴിഞ്ഞു. ISL ഷീൽഡ് അവർ സ്വന്തമാക്കി. ആ വകയിൽ 3.5 കോടി രൂപയാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. ISLന്റെ പ്ലേ ഓഫ് ക്വാളിഫിക്കേഷൻ ലഭിച്ചതുകൊണ്ട് തന്നെ 1.5 കോടി രൂപ അവർക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗിൻ്റെ 2 യോഗ്യത നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ വകയിൽ 2.5 കോടി രൂപ അവർക്ക് ലഭിച്ചു. അതുപോലെ തന്നെ ഡ്യൂറൻഡ് കപ്പിൻ്റെ റണ്ണേഴ്സ് അപ്പ് അവരായിരുന്നു. ആ വകയിൽ 30 ലക്ഷമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. മാത്രമല്ല, മത്സരങ്ങൾ വിജയിച്ച വകയിൽ ആകെ 10 ലക്ഷം അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ്. ടോട്ടൽ പ്രൈസ് മണി ആയിക്കൊണ്ട് വരുന്നത് ഏകദേശം 14 കോടി രൂപയാണ്. ഇതിനു പുറമെ ടിക്കറ്റ് സെയിലിലൂടെ മാത്രമായിക്കൊണ്ട് 6 കോടി രൂപയിലധികം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ സെൻട്രൽ പൂൾ റവന്യൂ ആയിക്കൊണ്ട് 15 കോടി രൂപയാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. ഇങ്ങനെ ആകെ 35 കോടി രൂപയിലധികമാണ് കളിക്കളത്തിൽ നിന്നായിക്കൊണ്ട് മോഹൻ ബഗാൻ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതിനു പുറമെ സ്പോൺസർഷിപ്പിൻ്റെയും അതുപോലെ തന്നെ മറ്റു വരുമാനങ്ങളും ഒക്കെ ഉണ്ട്. അതൊന്നും ഈ കണക്കിൽ പെടില്ല. അതുകൂടാതെ തന്നെ 35 കോടി രൂപയിലധികം മോഹൻ ബഗാൻ സ്വന്തമാക്കി എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കിയ, വളരെയധികം മെച്ചമുണ്ടായ ഒരു സീസൺ തന്നെയാണ് ഇത്തവണത്തേത് മോഹൻ ബഗാന്റേത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.